ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ടർബോക്കും ടോബിക്കും ദിവസം നമ്മളൊരു ദിവസം എന്തൊക്കെ ചെയ്യലെന്ന് കുറച്ച് കാണിക്കാൻ ഓലെ ദിവസമായിട്ടൊന്ന് കാണിക്കുന്നത്. അപ്പോൾ മോർണിംഗ് കൊണ്ട് രാവിലെ തന്നെ ഹസ്ബൻഡ് ഇവിടെ പോവുകയാണ്, മദ്രസിലാക്കാൻ പോവുകയാണ് കേട്ടോ. ഇവർ പോയി കഴിഞ്ഞിട്ടേ ടർബോനെ വിടാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഓലെ കൂടെ ഓടിപ്പോയി എവിടെയോ എത്തിപ്പോവും. അപ്പം ഇവിടെ മതിലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് അങ്ങനെ വിടാൻ പറ്റില്ല. പിന്നെ ഞാൻ ഓനെ വിടാൻ പോവുകയാണ്, ടർബോനെ കേട്ടോ ആദ്യം വിടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് എത്രത്തോളം ഇവനെ പരിചയം ഉണ്ടെന്നൊന്നും അറിയില്ല. ആദ്യത്തെ വ്ളോഗ് കണ്ടവർക്കൊക്കെ അറിയാം. കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിരുന്നു. അപ്പം ഞാൻ പുതിയതായിട്ട് തുടങ്ങിയൊരു ചാനലാണിത്. അപ്പം നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓൻ എന്നെ കണ്ടപ്പോഴേക്ക് വാതിൽ തട്ടുകയാണ്. അതാണ് കേട്ടോ ഞങ്ങളെ ടർബോ. ഇവന് ഞാൻ വാതിൽ തുറക്കാനും വേണ്ടി വാതിലിങ്ങനെ തട്ടു. പിന്നെ ഇവൻ്റെ ഒരു കളിയുണ്ട്, കണ്ടില്ലേ, നമ്മളെ അടുത്തേക്ക് ചാടുക ചെയ്യുക. അവന് ഭയങ്കര ശക്തിയാട്ടോ. ആൾക്ക് വിചാരിച്ച മാതിരത്തെ സാധനമല്ലത്. ഇതിങ്ങനെ നമ്മളെ മേൽക്ക് ഇങ്ങനെ 4 ചാടും. അങ്ങനെ പിടിച്ചാലൊന്നും അങ്ങനെ കിട്ടുമൊന്നുമില്ല. നല്ല ആരോഗ്യം വേണം നമുക്ക് ഇവനെ പിടിച്ച് വെക്കണമെങ്കിൽ. പിന്നെ വേറെ ഒന്നും ചെയ്യൊന്നുമില്ല. നല്ല ഭയങ്കര സ്നേഹം. ഇവന് നമ്മളെ കാണുമ്പം കാട്ടി കൂട്ടണം. അപ്പോൾ ഇവനിപ്പോൾ ഞാൻ വിട്ടതെന്ന് വെച്ചാൽ ആദ്യം ഫസ്റ്റിൽ വിട്ടിട്ട് ഒരു അപ്പിയൊക്കെ ഇട്ട് വന്ന് പിന്നെ കൂട്ടിലാക്കിയിട്ട് ഞാൻ ഭക്ഷണം കൊടുക്കല. അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് ഇവനെ ഞാൻ വിട്ടത്. അപ്പോൾ ഇവന് എന്നെ കണ്ടതിന് കളിക്കുകയാണ്. ഞാനിങ്ങനെ മൊബൈലെടുത്ത് ഇങ്ങനെ ഓനെ ഫോട്ടോ എടുക്കുന്നുണ്ടിട്ട്. അതോ ഓന് മൂത്രയ്ക്കാനൊക്കെ പോവുകയാണ് കേട്ടോ. അവൻ്റെ കാര്യം സാധിക്കാൻ പോവുകയാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഓന് അത് പറമ്പ് പോയിട്ടാട്ടോ ചെയ്യുക. മുറ്റത്തും കാര്യം അവിടെയൊന്നും ചെയ്യൂല, വിട്ടുപോകും. ഇതിൻ്റെ മൂത്താപ്പൻ്റെ സ്ഥലം കേട്ടോ. ഒരു വീഡിയോ കണ്ടു തന്നെ തച്ച് വായിപ്പിക്കൂലേക്കും. പിന്നെ അവിടെ വീടുകളൊന്നും ഇല്ല, അതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല. അവർക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ തമാശ പറഞ്ഞാണ്. അങ്ങനെ ഇവന് 1, 2 കഴിഞ്ഞിട്ട് പിന്നെ അവന് മുറ്റത്ത് വന്ന് നിൽക്കുക കേട്ടോ. മുറ്റത്ത് എന്താണ് ഇന്നത്തെ ബിസ്ക്കറ്റിൻ്റെ എന്തെങ്കിലും കഷ്ണമോ വേറെ എന്തെങ്കിലും കയ്യിൽ നിന്ന് വീണതൊക്കെ ഉണ്ടെങ്കിൽ അത് മണത്തിട്ട് തപ്പിയെടുക്കല വല്ല പണി. അതുകൊണ്ട് അവൻ്റെ നോട്ടം കണ്ടാലേ ഓനിങ്ങനെ നോക്കുക, അപ്പുറത്തേക്കും ആരെങ്കിലും വരുന്നുണ്ടോ നോക്കും. പക്ഷേ ആരും വൈത്തല പായൊന്നുമില്ല. പിന്നെ ഓനെന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലേക്കാരും വരരുത്. വീട്ടിലേക്ക് ഇങ്ങോട്ട് ഈ ഭാഗത്തെത്തണ ഓന് പറ്റൂല. അല്ലാതെ മതിലിൻ്റെ ആവശ്യമൊന്നുമില്ല. അല്ലാതെ ഓൻ ആരും ഒന്നും ചെയ്യൂല. അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും കണ്ടുവെച്ചാൽ ഓടി പോകുന്നില്ല. വീടിൻ്റെ അടുത്തേക്കാരും വരരുതെന്നേ ഉള്ളൂ. പിന്നെ ഓന് ഞാൻ താമര നട്ട കുളത്തുനിന്നാണ് ആ വെള്ളം കുടിക്കുന്നത്. അതല്ല പരിപാടി. അതിൽ ഇറങ്ങി കുളിക്കുക, അതൊക്കെ പരിപാടിയാണ്. ചളിയാക്കി വൃത്തികേടാക്കും. എല്ലാ പിത്തനെയുള്ളൊരു മുതലാണിത്. വേറെ ഒരുത്തനും കൂടി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം, ലാസ്റ്റ് കാണാം. അപ്പോൾ ഇത് ഓന് നോക്കിക്കണം. എന്താ അറിയോ, ആക്കെ വണ്ടിമേൽ വരുന്നുണ്ട്. മോനെ കൊണ്ടുപോയി തിരിച്ച് വരുന്നത് നോക്കിക്കട്ടോ. അതാണ് ഇങ്ങനെ വിട്ടുന്നേ നോക്കിക്കണത്. അപ്പോൾ ഓന് ആണെങ്കിൽ ആക്കെ വണ്ടിമേൽ വരുന്ന കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഉണ്ടാവും ഓനൊരു കളി. ഇനി കാക്കൻ്റെ വയറ്റിലൊരു പാച്ചിലുണ്ട്, അത് കാണാൻ നല്ല രസമാണ്. കണ്ടോ, ഈ കളി കളിക്കും. ഓന് നിലത്തിക്കൂല, തുള്ളി കളിച്ച് തുള്ളിക്കളിയാണ്. അപ്പോൾ നമുക്ക് തന്നെ പിടിക്കാനാനൊക്കെ നല്ല പ്രയാസം. പക്ഷേ നമുക്ക് രസമാട്ടോ. ഓന് ഒന്നും ചെയ്യൂല. പക്ഷെ വേറെ ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ നല്ല അടുത്ത് കടുക്കാനൊന്നും അയക്കില്ല, പുറത്തുനിന്ന് ആര് വന്നാലും കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് മതിലും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ഓന് അങ്ങനെ വിട്ടിക്കൊന്നും പോകില്ല. പോയാൽ തന്നെ വേറെ വീട്ടിൽ പോയിട്ടൊന്നും ആരെയൊന്നും ചെയ്യില്ല. ഇത് ഞാൻ ഇപ്പോൾ ചെയ്യണം എന്താ അറിയോ, ഓർക്ക് കൊടുക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കുക കേട്ടോ. ടോബിക്കും ടർബോക്കും കൂടി കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ കുറഞ്ഞ വിലക്ക് മത്തി വാങ്ങും. അത് കുറേശ്ശെ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കും കേട്ടോ. ഈ പാത്രം ഈ കളറ് കണ്ടിട്ട് ഒന്നും വിചാരിക്കുന്നത് ഓർക്കായിട്ടുള്ള പാത്രം കേട്ടോ, നമ്മൾ ഉപയോഗിക്കുന്നതല്ല. അതോ അപ്പോൾ അതിൽ ഞാൻ മത്തി ഇട്ടിട്ട് മഞ്ഞപ്പൊടിയും ഇടും. ഉപ്പിടില്ല കേട്ടോ. ഉപ്പ് നായ്ക്കൊക്കെ നല്ലതല്ല എന്ന് പറയണ കേൾക്കാം. അപ്പം അങ്ങനെ ആക്കിയിട്ട് അത് ഞാനൊരു 5-6 മിനിറ്റ് നല്ലോണം തിളപ്പിക്കും കേട്ടോ. ഈ മൂടിയൊക്കെ ഇവർക്ക് ഈ പാത്രത്തിനായിട്ടുള്ളതാട്ടോ. വേറെ ഒന്നിനും എടുക്കലില്ല, ഒക്കെ വലുത് തന്നെയാണ്. പിന്നെ അങ്ങനെ ഇത് വേവിക്കാൻ വെക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് വരെ ഞാൻ വേവിക്കാൻ വെക്കുകയാണ്. അപ്പോൾ ഇത് നല്ലോണം വെന്ത് അധികം ആവരുത്, പക്ഷേ പെട്ടെന്ന് വേവുമല്ലോ. 5 മിനിറ്റൊക്കെ വെന്താൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ ചട്ടകം വലുതാട്ടോ. ഇതൊക്കെ ഞാൻ സെപ്പറേറ്റ് മാറ്റി വെക്കലാണ്, പുറത്ത് വെക്കലാണ് കഴുകിയിട്ട്. എന്നിട്ട് കണ്ടോ, ഇത് നല്ലോണം വെന്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മളടുത്ത് ബാക്കി വരുന്ന ചോറില്ലേ, ചോറ്
എടുത്തിട്ട് ഇതിലേക്ക് നല്ലപോലെ കുഴച്ച് കൊടുക്കും. ഇത് നല്ലതാണ് കേട്ടോ ഈ നായ്ക്കൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ അതിലേക്ക് നല്ല കാൽസ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ. ഇങ്ങനെ കുറഞ്ഞ വിലക്ക് നമുക്ക് മത്തി കിട്ടുമല്ലോ, അപ്പോൾ അത് കുറച്ച് വാങ്ങി വെച്ചാൽ എത്രയോ ദിവസത്തേക്ക് ഉണ്ടാവും അത്. അപ്പോൾ ഇത് അവർക്ക് നല്ലോണം കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ട് അവർക്ക് നല്ലതാണിത്. ഏറ്റവും നല്ല ഫുഡാണ് കേട്ടത്. അതിൽ ചിലർ കോഴിക്കാലും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ഒക്കെ കൊടുക്കലുണ്ട് കേട്ടോ വേവിച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഞാനിവിടെ കൊണ്ടുവന്നിട്ട് എനിക്ക് അത് മെനക്കെടാനാവില്ല വെച്ചിട്ട് നല്ല റിസ്ക്കാണത്. അപ്പോൾ അത് അധികം ഒന്നും കൊടുക്കൽ, ഇങ്ങനെയൊക്കെ കൊടുക്കൽ. ഇനി ഓന് ഭക്ഷണം കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. ഭക്ഷണം കൊടുക്കാൻ പോകുമ്പോൾ ഓൻ പുറത്തേക്ക് ചാടിയേ ഇല്ല. ഓനാളെ ഭക്ഷണം കിട്ടാനായിന്നുള്ളത്. അല്ല ഞാൻ വാതിലിൻ്റെ പരിസരത്തേക്ക് വരാൻ ഓൻ അയക്കൂല കേട്ടോ. അമ്മ അതിലത്തെ വികൃതിയാണ് ഓന്. അങ്ങനെ ഞാൻ ഓന് ഭക്ഷണം കൊടുക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഓൻ എത്ര കൊടുത്താലും എത്രയും തിന്നും. ഓൻ്റെ ഒരു ഇതാണ്. പിന്നെ ഓൻ അങ്ങനെ തടിയുണ്ട് അത്യാവശ്യം. പക്ഷെ ടോബിക്ക് അതല്ല. ടോബിക്ക് എത്ര കൊടുത്താലും കുറച്ചേ തിന്നുള്ളൂ. നാളെ ഞാൻ വിരമരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്താ പറയുക, ടോബി അങ്ങനെ അധികം തിന്നണില്ല. പിന്നെ നമ്മൾ വെള്ളവും വെച്ച് കൊടുക്കണേ. അപ്പം തന്നെ ഭക്ഷണം കൊടുത്ത ഉടനെ തന്നെ ആ കൂട്ടിൽ വെള്ളം വെച്ച് കൊടുക്കുക. വെള്ളം എപ്പോഴും ആണ് കേട്ടോ കൂട്ടിൽ. ഒരു തട്ടി ചിന്ത അതിന് നല്ല കനമുള്ളൊരു പാത്രം വെച്ച് കൊടുത്താൽ മതി. അതിലെപ്പോഴും ഇത് കനമൊന്നുമില്ല കേട്ടോ. ഞാൻ വെച്ച പാത്രം അധികം കനമൊന്നുമില്ല. ഒരു തട്ടി ചിന്തു ഒരു വെള്ളം എപ്പോഴും കൂട്ടിൽ ഏത് ജീവിക്കായാലും എപ്പോഴും വേണം കേട്ടോ അത്. പിന്നെ ഞാൻ ടോബിക്ക് ഭക്ഷണം കൊടുക്കാൻ പോവുകയാണേ. ടോബി ബാക്കിലുള്ളത്. അപ്പം ഓനങ്ങോട്ട് വെച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവരെ രണ്ടാളും ഒരു സ്ഥലത്തായിരുന്നു കൂട്. രണ്ടാളും കൂടി ഒരു സ്ഥലത്തായിട്ട് കുരച്ചിട്ട് ആളുകൾ വരുമ്പോൾ കുര നിർത്തണില്ല. ഇവനാ തുടങ്ങുക. ഇവന് ഈ ചിമിട്ടാന്ന് പറഞ്ഞിട്ട് കാര്യം. ഇവനിപ്പോൾ 9 മാസം കഴിഞ്ഞിട്ടോ. ഇവൻ എത്ര ചിമിട്ടാന്ന് പറഞ്ഞിട്ട് നല്ല പൊട്ടിത്തർപ്പവന് ഉണ്ടോ. ഒന്ന് ഭക്ഷണം കൊടുക്കണം നോക്കിക്കുക. ഇനി ഇവർക്കൊക്കെ നമ്മൾ ഭക്ഷണം കൊടുത്ത് ഇങ്ങനെ വരെ സ്നേഹം ഉണ്ടല്ലോ, അത് പ്രത്യേക സുഖം തന്നെയാണ് കേട്ടോ. നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയൂല. നമ്മൾ അത്രക്കും ഒറിജിനലായിട്ട് സ്നേഹിക്കുന്ന ജീവിയാണിത്.